അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മൾ പരിപാടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബീട്രൂട്ട് ഉരുളങ്ങിയും ഉപ്പേരി വെക്കാനാണ് കേട്ടോ. നമ്മുടെ ചുന്തരി വരുന്നുണ്ട്, പൂച്ചനാട്ടിയിട്ട് വരികയാണ് അവൾ കേട്ടോ. ബില്ലു 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 പറഞ്ഞിട്ട് അവൾ പൂച്ചയുടെ കൂടെ നടക്കുകയാണ്. അവിടെ വീണവൾ, ഞാൻ അവിടെ വീഴും അങ്ങോട്ട് കടക്കല്ലേന്ന് പറഞ്ഞു. ഓൾ അവിടെ വീണു. പൂച്ചനെ കണ്ടിട്ടോളേ പൂച്ചയുടെ കൂടെ നടക്കുക. അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പൂച്ചനെ. ബില്ലു 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 പറഞ്ഞിട്ട്. ബില്ലു ആണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. പൂച്ച ഇങ്ങനെ മീൻ കണ്ടിട്ട് എപ്പോഴും വന്നുകൊണ്ടാണ്. ഇന്നാണെച്ചെങ്കിലോ വലിയ മീനാണ് കേട്ടോ. മറ്റേ എന്തെന്നാ പറയുക മീനിൻ്റെ പേര്, മൊയ്യാണ് കേട്ടോ മീൻ. അത് നന്നാക്കുമ്പോൾ അവൾ കുറേ അവിടെ വന്ന് നിന്ന് അതിൻ്റെ മീശൊക്കെ ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് എങ്ങനെയുണ്ട്. അപ്പോൾ അവൾക്ക് പേടിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ മുളക് മല്ലി മഞ്ഞൾ ഇതൊക്കെ വറുത്തിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ ആദ്യം മുളക് വറുത്തു, എന്നിട്ട് മല്ലി ഇട്ട് കൊടുത്തു കേട്ടോ. അത് ആദ്യം ഓരോ സ്റ്റെപ്പായിട്ടാട്ടോ ചെയ്യണത്. മുളക് ആദ്യം ഒന്ന് ചൂടായിട്ടാണ് പിന്നെ മല്ലി ഇട്ടത് കേട്ടോ. മല്ലി ഒരു വിധം ഒന്ന് ചൂടായിട്ടാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇടുള്ളൂ കേട്ടോ. അപ്പോൾ ഓളാണെങ്കിൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓളോട് മാറി നിൽക്കുക. നല്ല ഇങ്ങനെ ചൂടാകുമ്പോൾ ഇങ്ങനെ ഇത് വരും, പുകഞ്ഞ് വരും. അപ്പോൾ ഞാൻ തന്നെ ചുമച്ചിട്ട് അപ്പോൾ ഓളാണെങ്കിൽ ഞാൻ പോവില്ല പറഞ്ഞിട്ടോള് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഓളെ ഒരു വിധത്തിൽ പൊക്കിയിട്ട് ഞാൻ അവിടെ അകത്ത് കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് തിരിയുമ്പോഴത്തേന് വീണ്ടും അവൾ അവിടെ തന്നെ വരും കേട്ടോ. അപ്പം അതങ്ങനെ ഇതാക്കിയിട്ടുണ്ടപ്പോൾ നമ്മുടെ മീനിനെ കണ്ടോ നുറുക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇത് മൊയ്യ്. ഭയങ്കര ചോര. അങ്ങനെ അതിനെ കഴുകാൻ വേണ്ടി വെക്കാണ് ഗൈസ്. പുളി ഇതുണ്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സാധനങ്ങളാണ് ഇട്ടത്. ആകെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാതും ഓരോ വഴിക്ക് ഇങ്ങനെ നുറുക്കി വരികയാണ് കേട്ടോ. അപ്പം അതിനെ കൂട്ടാൻ വെക്കാൻ ആദ്യം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വയറ്റിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. അതിലേക്കുള്ള ഐറ്റംസുകളാണ് ഞാൻ ഈ വാരി പെറുക്കി അടക്കി ഒതുക്കി എടുക്കുന്നത്. വെളുത്തുള്ളിയും അതൊക്കെ. പിന്നെ സവാള ഗിരി പറഞ്ഞിട്ട് ഞാൻ ഗിരി പറഞ്ഞിട്ട് നുറുക്കിയതാണ്. പിന്നെ വയറ്റുന്നുണ്ട് കേട്ടോ ചട്ടിയിലിട്ടിട്ട്. പിന്നെ എന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ. നിങ്ങൾക്കൊക്കെ എന്താണ്, മീനുണ്ടോ? അതെല്ലാവരും മീൻ മേടിക്കണുണ്ടോ? മീനിന് തീരെ വിലയല്ലേ. പിന്നെ അപ്പോൾ കൂട്ടാനൊക്കെ വയറ്റി ഇതാക്കിയിട്ട് വെച്ച് പുളിയൊക്കെ ഒഴിച്ചൊക്കെ സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ പൊരിക്കാൻ ഞാൻ മസാല പറട്ടുന്നു. ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരു വിധത്തിലൊന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മസാല പുരട്ടണുള്ളൂ. പിന്നെ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ നല്ലപോലെ മസാല പുരട്ടു കേട്ടോ. അതാണ് അത്. അപ്പം കറി നല്ല വെട്ടി തിളക്കുന്നുണ്ട് ഗൈസ്. പിന്നെ മീൻ മസാല പറ്റിയത് ഞാൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചട്ടീനൊന്ന് നമ്മൾ രണ്ട് കറക്കുക. എണ്ണ എല്ലായിടത്തേക്കും എത്തണ്ടേ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറക്കി കൊടുത്തിട്ടുണ്ട്. കറി ഇവിടെ വറ്റി വരുന്നുണ്ട് ഗൈസ്. നല്ല ഇളക്കി പുളി ഇതൊക്കെ നല്ല യോജിപ്പായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ ഇല്ലാത്തതെന്ന് നോക്കിയാൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അങ്ങനെ നമുക്ക് കഴുകി വെച്ച മീൻ കറിയിലിട്ട് കൊടുക്കുക ഗൈസ്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അത് ഒന്നാകെ പാത്രത്തോടെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ മീൻ കഴുകിയ വെള്ളമുണ്ട്. അപ്പോൾ അത് അതിൽ പെടും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് പെറുക്കി ഇടുന്നത് കേട്ടോ. എൻ്റെ കുറച്ച് തലയും ഇങ്ങനെ ഇതൊക്കെ ഞാൻ പൂച്ചക്ക് ഇട്ട് കൊടുത്തു. അവരില്ലെങ്കിൽ ഇന്നെ ശരിയാക്കും. അത് കണ്ടോ, ഇതൊരു സാധനം കണ്ടോ നിങ്ങളൊരു പൂവ് പോലെ. അതതിൻ്റെ തലയുടെ ഭാഗത്തുള്ളതാണ് കേട്ടോ. അപ്പം അത് കറിയിലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയും കറിയിലിട്ടിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി കുറവുണ്ടോ ഗൈസ്? ഇത് വയറ്റി ഇതാക്കുക കാരണം ഇല്ല, ഒന്നും കുറവായിട്ട് തോന്നണില്ല. ഇതിങ്ങനെ കാണുമ്പോൾ കുറവുള്ള പോലെ തോന്നി, പക്ഷെ ഒന്നും കുറവില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പേരി പകുതി അവിടെ ഇട്ടിട്ടാണ് പോയത് കേട്ടോ. പിന്നെ ചിക്കൻ കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് റോസ്റ്റാക്കണം. ചപ്പാത്തിയിലേക്ക് ചിക്കൻ റോസ്റ്റാക്കണം കേട്ടോ. പിന്നെ ഈ മീൻ ചിലർ കൂട്ടില്ല. അപ്പോൾ അവർക്ക് മുരിങ്ങടലും പരിപ്പും വെക്കണം. പിന്നെ ഇത് ചിക്കനക്കുള്ള സവാള വീണ്ടും റിട്ടരിഞ്ഞതാണ്. പിന്നെ ഉപ്പേരി അടുപ്പത്തുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മുടെ കൂട്ടാനും ഇതൊക്കെ ശരിയായിട്ടുണ്ട്. അതാണ് ഞാൻ കാണിക്കുന്നത്. ഈ കൂട്ടാൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വേവൽ കഴിഞ്ഞിട്ടാണ് വേപ്പിൻ്റെ ഇലയും പച്ചമുളക് അതിൽ കരിഞ്ഞിടുള്ളൂ കേട്ടോ. ഇത് മുരിങ്ങടലും പരിപ്പും തൂമിക്കാനുള്ളതാണ് കേട്ടോ. ഉള്ളി ചോറ് വാർത്ത് വെച്ചിട്ട് പപ്പടം പൊരിച്ചിട്ടുണ്ട് ഗൈസ്.
ഇതാ മുരിങ്ങടലും പരിപ്പ് തൂമിച്ചിട്ടില്ല, അതിൻ്റെ ഉള്ളിയാണ് ഗ്യാസുമ്മേ. പിന്നെ ചിക്കൻ കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ വെള്ളത്തിലിട്ട് അതൊക്കെ സെറ്റാക്കി ചിക്കൻ റോസ്റ്റ് അടുപ്പത്തായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. ഇത്രക്കുള്ളൂ.